യുദ്ധം തുടങ്ങി. ഇത്ര നാളായിട്ടും ഹമാസിനെയും ഫലസ്തീനെയും വേട്ടയാടുന്ന ഇസ്രായേലിനോടും അവരെ സഹായിക്കുന്ന അമേരിക്കയോടുമുള്ള ഹൂതികളുടെ കലി അടങ്ങുന്നില്ല. ഏറ്റവും ഒടുവിലായി യമന് മുകളിൽ പറന്ന അമേരിക്കൻ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതായി അവകാശപ്പെട്ട് ഹൂതി വിമതർ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ചാര ആക്രമണ ഡ്രോണായ MQ-9 റീപ്പർ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മരിബ് പ്രവിശ്യയിൽ വെടിവെച്ചിടുകയായിരുന്നുവെന്ന് ഹൂതി വക്താവ് യഹിയ സാരി വ്യക്തമാക്കുന്നു. പലസ്തീൻ ജനതയുടെ വിജയവും യമൻ്റെ പ്രതിരോധവും ലക്ഷ്യമിട്ട് സൈനിക നീക്കം തുടരുമെന്നും സരി വ്യക്തമാക്കി. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ഇത്തരം 8ാമത്തെ ഡ്രോണാണ് വീഴ്ത്തുന്നതെന്നും വക്താവ് പറഞ്ഞു. ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയെന്ന് US സൈന്യം സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ US സേന യമനിൽ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വാതക എണ്ണപ്പാടങ്ങളുള്ള യമൻ്റെ പ്രധാന മേഖലയാണ് മരിബ്. ഇവിടെയാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വൈമാനികരില്ലാത്ത അമേരിക്കയുടെ യുദ്ധവിമാനമാണ് റീപ്പർ. കഴിഞ്ഞ മാസവും സമാന ആക്രമണം ഹൂതികൾ നടത്തിയിരുന്നു. അന്ന് യമനിലെ സാദാ ഗവർണറേറ്റിൻ്റെ വ്യോമ അതിർത്തിയിലാണ് വെടിവയ്പ് നടന്നത്. ഗസയിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഹൂതികൾ വെടിവെച്ചിടുന്ന 3ാമത്തെ US ഡ്രോണായിരുന്നു അത്. കഴിഞ്ഞ നവംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിനു മുമ്പത്തെ സംഭവങ്ങൾ. അതേസമയം പ്രദേശത്തെ കപ്പലുകൾക്ക് നേരെയുള്ള കൂടുതൽ ആക്രമണങ്ങളെക്കുറിച്ച് ഹൂതികൾ മൗനം പാലിക്കുകയാണെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ആൻറ്റിഗ്വ ബാർബഡോസ് പതാകയുമായി പോയ MV മൈഷ് എന്ന കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചെന്നാണ് അമേരിക്ക പറയുന്നത്. ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ മാത്രമാണ് ഹൂതികൾ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അമേരിക്കയും ബ്രിട്ടനും യമനിൽ ആക്രമണം നടത്തിയതോടെയാണ് അവരുടെ കപ്പലുകളെയും ഹൂതികൾ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. നേരത്തെ ബ്രിട്ടൻ്റെ എണ്ണക്കപ്പലായ ആൻഡ്രോമിയ സ്റ്റാറിന് നേരെയും ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. കപ്പലുകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന നേവൽ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്.